ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഫ്രം ഫ്ലോക്സ്. എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് പോകുന്നത് ഒരു പാലക്കാട് എക്സിബിഷൻ കാണാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് വെക്കേഷൻ ടൈമിലൊക്കെ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ എനിക്കത് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതാ വെക്കേഷൻ ടൈമിൽ പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ കുറേ വീഡിയോസും റീൽസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ എക്സിബിഷന് പോയതാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, അവിടെ കാണാൻ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ നിങ്ങൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം. ഇപ്പോൾ ഉണ്ടാവുമെന്ന് ഇന്നറിയില്ല, ഞങ്ങൾ വെക്കേഷൻ ടൈമിൽ പോയതാണ് കേട്ടോ. അപ്പോൾ കാണാനും എല്ലാം അടിപൊളിയായിരുന്നു. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു എക്സിബിഷൻ ആയിരുന്നു. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേരൊന്നും എനിക്കിപ്പോൾ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പോയതാണ് കേട്ടോ. പോയവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എന്തായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇത് അകത്ത് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് വന്നിട്ട് 120 രൂപയായിരുന്നു കേട്ടോ നമുക്ക് ടിക്കറ്റ് റേറ്റ് വന്നത്. അപ്പോൾ നമുക്ക് കയറി ചെല്ലണ ഭാഗത്ത് തന്നെ നമുക്ക് ഈ ബട്ടർഫ്ലൈയും അതുപോലെ തന്നെ തുമ്പി അതുപോലെ തേളി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ആ വെള്ളച്ചാട്ടം തന്നെ ആയിരുന്നു കേട്ടോ. ആ വാട്ടർഫാൾസ് തന്നെയായിരുന്നു ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആ വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഫുള്ളും വാട്ടർഫാൾസിൻ്റെ ആ താഴെയായിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് കാല് നനക്കാനൊക്കെ പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ ഡ്രസ്സ് നനഞ്ഞാലും ഡ്രസ്സ് മാറ്റാനുള്ള ഡ്രസ്സിങ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നനയണമെന്നൊന്നും നിന്നില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തെ ക്ലൈമറ്റ് പറയുമ്പോൾ നല്ല തണുപ്പാണ്. ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ തണുപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മേത്തേക്ക് എന്താ പറയുക വെള്ളം ഇങ്ങനെ ചാറിൽ വരുന്ന സമയത്ത് തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടേക്കൊന്നും പോയില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് നോക്കിയപ്പോൾ ഒരു റോബോട്ടിൻ്റെ ഡോഗ് ഷോ ആണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഹായ് കാട്ടും അതുപോലെയൊക്കെ നല്ല രസമായിരുന്നു. ഇപ്പോൾ ഇത് നമ്മൾ മറ്റേ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നല്ലോ, സ്പൈക്കുട്ടനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അതുപോലത്തെ ഒരു സംഭവമായിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഇവിടെ വേറൊരു വലിയ വാട്ടർഫാൾസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലും പോയിട്ട് നനയാനൊക്കെ പറ്റും. ഇതിൻ്റെ അടുത്ത് പോലും ഞങ്ങൾ നനയാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നില്ല. ആ വെള്ളം ചാടുന്ന അടുത്ത് തന്നെ നിന്നാൽ നല്ല പോലെ ചാറിലടിക്കുന്നതുകൊണ്ടും നല്ല കാറ്റും ആയതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല കേട്ടോ. പിന്നെ അതവിടെ ബോട്ട് പോലത്തെ ഒരു സംഭവമുണ്ട്, കപ്പൽ പോലത്തെ. അതിലൊക്കെ കയറി ഉമ്മയും ഉണ്ണയൊക്കെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് സ്റ്റാളുകളാണ് കേട്ടോ. അപ്പോൾ അത് ഓരോരോ സ്റ്റാളുകളാണ്. അപ്പോൾ അത് വിവരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓരോരോ എന്താ പറയുക ബുക്കിൻ്റെ ആയാലും അതുപോലെ തന്നെ ഫുഡിൻ്റെ ആയാലും കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ
അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇങ്ങനെ വാങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ വാങ്ങിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ എന്താ പറയുക, ഈ മറ്റേ പണ്ട് കാലത്തുള്ള കിട്ടുന്ന മിഠായികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ചിങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ ഞാൻ പ്രത്യേകിച്ച് വാങ്ങിയൊന്നുമില്ല, ഓരോന്നിങ്ങനെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് പോയിന്ന് മാത്രം കേട്ടോ. പിന്നെ നമ്മളങ്ങനെ വന്നിട്ട് ഫുഡ് സ്റ്റാളിൻ്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരോ ഫുഡുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതില്ലേ, അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിയൊന്നുമില്ല. എന്താണ്, ഞാനൊരു ബ്ലൂബെറിൻ്റെയോ ബ്ലാക്ക്ബെറിയോ അതായത് ഒരു ഐസ്ക്രീം മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ച് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയൊന്നും കഴിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മളിതിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തത് പറയുമ്പോൾ ഈ എന്താ പറയുക, ഈ ഓരോ യന്ത്രൂനാലും അതുപോലെ തന്നെ ഓരോ എന്താ പറയുക വഞ്ചിയും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിലൊന്നും കയറാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ എന്താണ് വരാൻ കേട്ടോ ചെയ്തത്. അപ്പം നമുക്ക് മെയിനായിട്ട് കാണണമെന്ന് വെച്ചത് ആ വെള്ളച്ചാട്ടം തന്നെയായിരുന്നു കേട്ടോ. അപ്പം അതും അടിപൊളിയായിരുന്നു. ബാക്കിയുള്ളതൊക്കെ പിന്നെ എല്ലാവരുടെയും കാണുന്ന പോലെ തന്നെയായിരുന്നു കേട്ടോ. ലാസ്റ്റ് വരുന്ന ടൈമിൽ സെർമോണിൽ വെറുതെ ഒരു കാറിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വെറുതെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തന്നെ പുറത്തിറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ തന്നെ കുറേ എക്സിബിഷനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഒരു പോസ്റ്ററാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. നമ്മൾ ഗുണാക്കേവും അതിലൊക്കെ പോയിട്ടുണ്ട്, ബാക്കിയുള്ളതിലൊന്നും പോയ ഓർമ്മയൊന്നുമില്ല കേട്ടോ. പിന്നെ അങ്ങനെ അതാ നമ്മൾ പുറത്തിറങ്ങാൻ വേണ്ടി പോവാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലുലുവിൽ പോയിട്ടുണ്ടായിരുന്നു. ലുലുവിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് അതിൻ്റെ ഉള്ളിലും കറങ്ങിയിട്ട് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ ക്രിസ്മസ് വെക്കേഷനിലാണല്ലോ പോയത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അവിടെ ക്രിസ്മസിൻ്റെ ആയിട്ടുള്ള കുറേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ നമുക്ക് കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു, ചെറിയൊരു ഷോപ്പിംഗ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് നേരെ വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ആ ലുലുമ്മളുടെ അടുത്ത് തന്നെ ആയിട്ടൊരു ഹോട്ടലുണ്ട് കേട്ടോ, NMR എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊറോട്ടയും അതുപോലെ തന്നെ എഗ് കറി ആയിരുന്നു എനിക്കിവിടെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ഇതാണ് കേട്ടോ. പിന്നെ അസ്നാവും ഉമ്മാക്കും വേറെ എന്തൊക്കെയോ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫോളോ ചെയ്യുക. സൈനിങ് ഔട്ട് ഓഫ്. ബൈ.